പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുന്നു. മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചതുവഴി പത്തനംതിട്ടയിൽ വിജയ തുടർച്ച സാധ്യമാക്കാം എന്നാണ് LDFന്റെ പ്രതീക്ഷ. പ്രതാപകാലം വീണ്ടെടുക്കുവാനായി മത്സര രംഗത്തിറങ്ങിയ UDFന് തലവേദനയാകുന്നത് റിബൽ ശല്യമാണ്. 3563 സ്ഥാനാർത്ഥികളാണ് ജില്ലയിലുള്ളത്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. മുതിർന്ന നേതാവും മുൻ MLAയുമായ KC രാജഗോപാലും 21-കാരിയായ ദീപപ്രിയ അടങ്ങുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ടീം. ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായ രേഷ്മ മറിയൻ റോയി, SFI മുൻ ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവി ശൈലേഷ്, ASF സംസ്ഥാന അധ്യക്ഷൻ ബിബിൻ എബ്രഹാം തുടങ്ങിയ യുവനിര ഉൾക്കൊള്ളുന്നതാണ് ജില്ലാ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ. 2020 ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധികാരത്തിലെത്തിയത് LDF ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ UDFന്റെ കോട്ടയായിരുന്ന പത്തനംതിട്ടയിൽ LDFന്റെ തേരോട്ടമാണ് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനാണ് ഇത്തവണ UDF മത്സരിക്കുന്നത്. എന്നാൽ റിബൽ ശല്യം UDFന്റെ മോഹങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. തിരുവല്ല, പത്തനംതിട്ട നഗരസഭയിലും UDFന് വിമതർ തലവേദനയാകുകയാണ്. രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുയായി തട്ടേൽ ഹരികുമാറിനെ ഒഴിവാക്കിയതിൽ ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലാണ്. പോസ്റ്റർ അടിച്ച പ്രചരണം തുടങ്ങിയ കോഴഞ്ചേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയും അവസാന നിമിഷം DCCക്ക് മാറ്റേണ്ടി വന്നു. BJP ഭരണത്തിലുള്ള കുടനട ഗ്രാമപഞ്ചായത്തിലും BJP ഭരണസമിതിയുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലും പന്തളം നഗരസഭയിലും വിമത ഭീഷണിയുണ്ട്. വിവാദങ്ങൾ പ്രചരണായുധമാക്കാൻ UDFും BJPയും ശ്രമിക്കുമ്പോൾ വികസനമാണ് LDF തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് വെക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.